നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അത്ലറ്റിക്കോ മാഡ്രിഡിന് കൊടുക്കേണ്ടത് കൊടുത്ത് ഒന്നുമല്ലാതെയാക്കി വിട്ടിട്ടുണ്ട് PSG. ഏകപക്ഷീയമായ 4 ഗോളുകളുടെ വിജയമാണ് PSG സ്വന്തമാക്കിയിരിക്കുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ തകർപ്പൻ ഫോം അവർ തുടരുകയാണ് എന്നർത്ഥം. PSG വേണ്ടി ഫാബിയൻ റൂയിസും വിറ്റീഞ്ഞയും മയൂലുവും ലീയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ PSG മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ഡെസിയഡു, ഗോൺസാലോ റാമോസ്, കിച്ച കാരസ്കേലിയ എന്നിവർ ഒരുമിച്ചാണ് ഇറങ്ങിയത്. സൂപ്പർ താരം ഡംബലേക്ക് പരിക്ക് കാരണം ഈ ടൂർണമെൻറ്റിൽ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല എന്നുള്ള വാർത്ത നമ്മൾ ഇന്നലെ പങ്കുവച്ചിരുന്നു. മറുഭാഗത്ത് ആന്റോയിൻ ഗ്രീസ്മാനും ഹൂലിയൻ ആൽവരസും ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. എന്നാൽ കളിയിൽ ആധിപത്യം പുലർത്തിയ PSG അത് വലിയ ആധിപത്യമാണ് പുലർത്തിയിരുന്നത്. അതിൻ്റെ റിസൾട്ട് എന്ന വണ്ണം ഗോളുകളും അവർ വർഷിക്കുകയുണ്ടായി. ആദ്യ പകുതിയിൽ 19ാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറക്കുന്നത്. കിച്ച കാരസ്കേലിയുടെ അസിസ്റ്റിൽ നിന്ന് ഫാബിയൻ റൂയിസാണ് PSG മുന്നിലെത്തിച്ചത്. ആദ്യ പകുതി അവസാനിക്കുന്ന തൊട്ട് മുമ്പായിട്ട് കാരസ്കേലിയിൽ നിന്ന് ബോൾ സ്വീകരിച്ചുകൊണ്ട് വിറ്റീഞ്ഞയുടെ ഗോൾ പിറക്കുന്നു. അതിമനോഹരമായിട്ടുള്ള ഒരു ഗോളിലൂടെ വിറ്റീഞ്ഞ PSG ലീഡ് വർദ്ധിപ്പിച്ചു. ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഗോള് വാറേക്ക് ചെയ്തിട്ട് റൂൾഡ് ഔട്ടാക്കി. പിന്നാലെ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു PSG. അങ്ങനെ മൂന്നാമത്തെ ഗോൾ പിറക്കുന്നത് കളിയുടെ 87ാമത്തെ മിനിറ്റിലാണ്. മയൂലുവിൻ്റെ ഗോളിലൂടെ PSG 3-0 മുന്നിലെത്തി. ഒടുവിൽ അവസാന ഘട്ടത്തിൽ പെനാൽറ്റിയിലൂടെ ലീ കാങ്ങിന് കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 4 ഗോളുകളുടെ തകർപ്പൻ ജയമാണ് PSG സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി ഗ്രൂപ്പ് ബിയിൽ PSG മുന്നിലെത്തുന്നു. ഒരു കളി 4 പോയിന്റുമായിട്ട് അവർ 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിന് പോയിന്റുകളില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.